വെറും സ്ക്രീൻ പ്ലേ മാത്രം വെച്ചിട്ടാണ് ആ സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയത്. സീൻസ് എഴുതുന്നത് ഇന്നും തലേദിവസം രാത്രി ഇരുന്നിട്ട് എഴുതുന്ന സ്ക്രീൻ പ്ലേ നേരത്തെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സീൻസൊക്കെ എടുക്കും. അപ്പോൾ സീൻസ് അപ്പം എഴുതി കിട്ടുള്ളൂ. അപ്പോൾ ചിലത് ലൊക്കേഷനിൽ നിന്ന് എഴുതും, ചിലത് നേരത്തെ എഴുതും. ഈ KPC എടുത്ത ഡോറ് തുറന്നിട്ട് കൈ അങ്ങനെ ആയി പോകും. അപ്പോൾ ലാൽ ഇങ്ങോട്ട് കയറി കൊട വീണു താഴെ. അവരുടെ വീട് ഒഴിഞ്ഞാൽ മതി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ചിരിച്ചോണ്ടിരിക്കും. അപ്പോൾ പലരും പറഞ്ഞു അത് രണ്ടാമത് എടുക്കണം. ഞാൻ പറഞ്ഞ രണ്ടാമത് എടുക്കേണ്ട പ്രശ്നമില്ല. കാര്യം അത്രയും റിയലായിട്ട് വന്നു അത്. പിന്നെ മോഹൻലാലിൻ്റെ അസോസിയേഷനും പിന്നെ ലളിത ചേച്ചിയും ഒക്കെ രണ്ടാമത് ചെയ്യുമ്പോൾ അതൊരു ആർട്ടിഫിഷ്യലായിട്ട് വരും. ആർട്ടിഫിഷ്യലായി നന്നാവും, പക്ഷെ എന്നാലും സ്വാഭാവികമായിട്ട് വരുന്ന പല സീനുകളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായില്ല. ചിരിക്കുന്ന ചില സാധനം വരും. അല്ല, അതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു സെൻറ്റിമെൻസും ഉള്ളതുണ്ട് ആ വീടിനോടുള്ള. ഇത് പിന്നെ പ്രധാനമായിട്ടും ഗോപാലകൃഷ്ണ പണിക്കരുടെ കഥയുടെ മെയിൻ സംഗതി തന്നെ ഈ വീടാണ്. അവിവേകമാണെങ്കിൽ പൊറുക്കണം. ഇല്ല, അവിവേകം പൊറുക്കയില്ല സാർ. അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം. ഇല്ല, അവിവേകം പൊറുക്കില്ല. അങ്ങനെ അവിടെ നിന്നായിട്ട് ഹിലേരിയസ് ഹ്യൂമറസ് ആയിട്ട് അത് കയറുകയാണ്. പടത്തിൻ്റെ അവസാനം പോലും അതിൻ്റെ ലാസ്റ്റ് ഫ്രെയിം ഇപ്പോഴും നമുക്ക് കണ്ടാൽ ഓർമ്മിക്കാവുന്നതാണ്. ഈ വീടിൻ്റെ വിവാദപരമായ വീടിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് അകത്തുനിന്നാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. മോഹൻലാൽ പറയുന്നത്, ഈ വീട് ഇനി എന്റേതോ മീരയുടേതോ അല്ല, നമ്മുടേതാണ്. എല്ലാ ക്രെഡിറ്റും ഞാൻ കൊടുക്കുന്നത് ശ്രീനിവാസനാണ്. ശ്രീനിവാസൻ്റെ ക്യാരക്ടേഴ്സും ശ്രീനിവാസൻ്റെ സംഭാഷണങ്ങളും അത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നുള്ളൂ.